ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട KSRTC ടെർമിനൽ കോംപ്ലക്സിലാണ്. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ പത്തനംതിട്ട KSRTC ടെർമിനൽ കോംപ്ലക്സിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ KSRT എംപ്ലോയീസ് അസോസിയേഷൻ CITU അതിൻ്റെ വാർഷിക ജനറൽ കൗൺസിൽ പൊതുസമ്മേളനം അത് ഉദ്ഘാടനം ചെയ്യുന്നതിനായാണ് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ എത്തിയിരിക്കുന്നത്. ഇനി പ്രേക്ഷകർക്ക് മറ്റൊരു കാഴ്ച കൂടി കാണിക്കാം. ഈ KSRTC പത്തനംതിട്ട ടെർമിനലിലേക്ക് യാത്രക്കാർ ഇറങ്ങി വരുമ്പോൾ അവർ ആദ്യം കാണുന്ന ഒരു ദൃശ്യം എന്നുള്ളത് വെള്ളം എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നിർമ്മിതിയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നത്തിലേക്ക് നമുക്ക് പോകാം. അതായത് ഇപ്പോൾ ഈ മന്ത്രി ഇരിക്കുന്ന വേദിക്ക് സമീപം ദുർഗന്ധം സഹിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പലപ്പോഴായിട്ട് ആളുകൾ പറയാറുണ്ട്. കാരണം ഈ മന്ത്രി ഇരിക്കുന്ന വേദിക്ക് സമീപം ഈ കാണുന്ന ഓടകളിൽ കൂടി ഈ ടെർമിനലിലെ KSRTC ജീവനക്കാർ ഒപ്പം തന്നെ യാത്രക്കാർ അവരെല്ലാം ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് കോംപ്ലക്സുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ അത് ഈ ഓടയിലേക്ക് ഒഴുകി എത്തുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാം, ഈ ഓട ഇപ്പോൾ അടഞ്ഞു കിടക്കുന്ന ഒരു നിലയിലാണ് ഉള്ളത്. മാലിന്യം കെട്ടിക്കിടക്കുന്നു എന്ന് പറയാം. ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ ഈ ഓട അത് ഇതിൻ്റെ മുകളിൽ കൂടി വെള്ളം ഒഴുകുകയും അതായത് മാലിന്യം ഈ ഭാഗത്തെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥ കൂടി വരും. അപ്പോൾ ദുർഗന്ധം കാരണം ഈ ഭാഗത്തേക്ക് ആർക്കും വരാൻ പറ്റാത്ത ഒരു അവസ്ഥ കൂടിയുണ്ട്. ഇവിടെ ഈ ഒരു പ്രശ്നത്തിന് കാരണം എന്നുള്ളത് ഇവിടുത്തെ ടോയ്ലറ്റ് കോംപ്ലക്സുകൾ അതിൻ്റെ ടാങ്കിൻ്റെ ഇവിടെ അടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ടാങ്കിൻ്റെ കപ്പാസിറ്റി വളരെ കുറവാണ്. അത് നിറയുമ്പോൾ ടാങ്കർ ലോറികളിലെത്തി അതിവിടെ നിന്ന് മാറ്റാറാണ് പതിവ്. അപ്പോൾ ഇപ്പോൾ ഒരു ആവശ്യം ഉയർന്നിരിക്കുന്നത് അവയുടെ വലിപ്പം കൂട്ടണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നാണ് ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഏതായാലും മന്ത്രി ഗണേഷ് കുമാർ ഇപ്പോൾ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം ഇരിക്കുന്ന വേദിക്ക് സമീപം ഈ ഒരു ദുർഗന്ധം ഉള്ള ഒരു അവസ്ഥ കൂടിയാണ്. അക്കാര്യങ്ങൾ കൂടി മന്ത്രിയുടെ ശ്രദ്ധയിൽ പെടുത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ കൂടിയാണ് യാത്രക്കാരും ഒപ്പം തന്നെ മറ്റ് ജീവനക്കാരും. അത് പരിശോധിച്ചിട്ട് ഞാനത് വേണമെങ്കിൽ ഒരു STP വയ്ക്കാനുള്ള ഏർപ്പാട് ചെയ്യാം, സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് വയ്ക്കാം. സ്മെല്ല് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, സ്മെല്ലുണ്ട്, അത് ശരിയല്ല, അത് ഓടയിലേക്ക് വിടുന്നത് ശരിയല്ല. അപ്പോൾ അതുടനെ തന്നെ ഞാൻ ആളിനെ വിട്ട് നോക്കിയിട്ട് വേണ്ടത് ചെയ്യാം. ഈ കെട്ടിടം എന്തായാലും നമ്മളിപ്പോൾ ഒന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് മുനിസിപ്പാലിറ്റിയുടെ ഒരു നമ്പർ ഇടുമ്പോൾ കുറച്ചുകൂടെ ആക്റ്റീവ് ആവും. മന്ത്രി ഗണേഷ് കുമാർ തന്നെ സമ്മതിച്ചു താനിരുന്ന സ്റ്റേജിന് സമീപം ഈ ഓടയിൽ നിന്നുള്ള ദുർഗന്ധം വന്നിരുന്നുവെന്ന്. അത് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ഉടൻ എടുക്കുമെന്നും മന്ത്രി ഗണേഷ് കുമാർ വ്യക്തമാക്കി. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.